ഇന്നത്തെ വീഡിയോ ബാക്കി വന്ന ചോറ് ഇനി ആരും കളയണ്ട. വെറും 2 മിനിറ്റിൽ നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചോറാണ് എടുത്തേക്കുന്നത്, ബാക്കി വന്ന ചോറാണ് എടുത്തേക്കുന്നത്. ഇത് ഈ ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട് ചോറ്. പിന്നെ വേണ്ടത് തേങ്ങ ആണ് വേണ്ടത്. ബാക്കി വന്ന ചോറ് നമ്മൾ എടുക്കുമ്പോഴും ഒട്ടും വെള്ളം കാണരുത്. വെള്ളം കാണാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ ബാക്കി വന്ന ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറില്ലേ, അന്നേരം വെള്ളം ഒന്നും ഇല്ലാതെ വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് റൈസ് പൗഡർ ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പുട്ടുപൊടിയല്ല എടുത്തേക്കുന്നത്, പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇടിയപ്പപ്പൊടിയോ എടുക്കാവേ. ഞാനിപ്പോൾ 1 കപ്പ് പൊടിക്കകത്ത് 1 കപ്പ് ചോറിട്ടാണ് ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കുന്നത്. ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്, വെള്ളം ഒട്ടും പാടില്ല. നമ്മളിപ്പോൾ ഈ 1 കപ്പ് പൊടിക്കകത്തോട്ട് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ചോറിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ഉണ്ടാവരുത്. എങ്കിലും മാത്രമേ കറക്റ്റ് നനവിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാവുള്ളൂ. ഒത്തിരി നേരം നമ്മളത് അരയ്ക്കേണ്ട കാര്യമില്ല. ഇനി ആവശ്യത്തിന് നമുക്കിതിലേക്ക് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇങ്ങനെ കുറേശ്ശെ നമ്മൾ നിർത്തി വേണം നമ്മൾ അരച്ചെടുക്കാൻ. എന്നിട്ട് കൈ കൊണ്ട് ഒതുക്കി വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ. ഈ ഒരു പരുവത്തിൽ കിട്ടുന്നുണ്ട. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പുട്ടിൻ്റെ മാവ് കുഴഞ്ഞു കിട്ടുവേ. നമ്മൾ ഈ അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കണേ. നമ്മളിതിപ്പോൾ കറക്റ്റ് നനവിൻ്റെ പാവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിലെടുത്തുനിന്ന് ഉരുളയാക്കുമ്പോൾ അത് ഉരുളയുടെ രൂപത്തിലിരിക്കുകയും ചെയ്യും. നമ്മൾ പൊടിക്കുമ്പം അത് നല്ല രീതിയിൽ പൊടിഞ്ഞു പോവുകയും ചെയ്യും. ആ ഒരു പരുവമാണ് നമുക്ക് പുട്ടിന് കിട്ടേണ്ടത്. അഥവാ നമുക്ക് കുറച്ച് കുഴഞ്ഞിട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചോറും കൂടി ഇട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയേ. ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇതിൽ. നമുക്കങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവേ. അങ്ങനെ പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ 2 കപ്പ് പൊടിയാണ് എടുത്തത്. 2 കപ്പ് പൊടിയും 2 കപ്പ് ചോറും എടുത്തേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 1 കപ്പ് ചോറ് 1 കപ്പ് പത്തിരിപ്പൊടിക്കകത്താണ് ഞാനിതിപ്പോൾ പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി അതുപോലെ ബാക്കി 1 കപ്പ് പൊടിയിലും കൂടെ അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. പുട്ടുണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലെ ചോറ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പുട്ടുണ്ടാക്കി എടുക്കാവേ. നല്ല ഈസിയാണ്. രാവിലെ നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇതുപോലെ ചോറ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ വെറും 2 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പുട്ടാണ് ഇത്. അത് നല്ല സോഫ്റ്റാണ്. നമ്മൾ ചോറ് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മളത് നല്ല കട്ടിയാണെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് പുട്ട് കിട്ടുവേ. മിക്ക ആളുകളുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ബാക്കി ചോറ് അധികം വരാറുണ്ട്. അത് നമ്മൾ മിക്ക ആൾക്കാരും ബാക്കി വരുന്ന ചോറ് കളയാറാണ് പതിവ്. അന്നേരം നമ്മൾ കളയാതെ ഇതുപോലെ നമ്മൾ പുട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി വരുന്ന ചോറ് ദോശമാവിലോ അപ്പത്തിലൊക്കെ നമ്മൾ ചേർക്കാറില്ലേ പതിവ്. അന്നേരം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെ നമ്മൾ ഒരു പുട്ടുണ്ടാക്കി കഴിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ബാക്കി വരുന്ന ചോറ് നമുക്ക് കളയേണ്ടി വരുത്തില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു പുട്ടുണ്ടാക്കി എടുക്കാനും പറ്റുവേ. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ നമ്മൾ ബാക്കി വന്ന ചോറിൽ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റൈസ് പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് മാത്രമേ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് പുട്ടിൻ്റെ മാവ് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ചോറ് നമ്മൾ മിക്സിയുടെ ജാറിലായിട്ട് താഴെയായിട്ട് ഇടുന്നെങ്കിൽ ഫസ്റ്റ് ഇടുമ്പോൾ ആ ചോറ് പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോയിട്ട് അത് അവിടെ ആ ഒരു പുട്ടിൽ എല്ലാ റൈസ് പൗഡറിലും പിടിക്കാത്ത രീതിയിലിരിക്കുവേ. അതിൻ്റെ മുകളിലിടുമ്പോൾ കറക്റ്റ് എല്ലാ ഭാഗത്തും ആ ഒരു ചോറിൻ്റെ നനവ് തട്ടി നല്ല രീതിയിൽ തന്നെ ആ മാവ് കുഴഞ്ഞു കിട്ടുവേ. പിന്നെ നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതുപോലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണവേ. ആ തേങ്ങയുടെ ആ ഒരു നനവിൽ ഒന്നും കൂടെ ഒന്ന് പുട്ടിൻ്റെ മാവ് നനഞ്ഞ് കിട്ടുവേ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ചിരട്ടപ്പുട്ടിൻ്റെ അച്ചാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കിതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാവേ. ചോറായതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവേ. ഒരു 2 മിനിറ്റ് മതി. നമുക്ക് ഒത്തിരി നേരത്തെ ആവി കയറ്റേണ്ട കാര്യമില്ല. ഓൾറെഡി ചോറ് വെന്തതാണ്.
അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പുട്ട് വെന്ത് കിട്ടുകയും ചെയ്യുവേ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കി വരുന്ന ചോറിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. അതോ ദോശയാണോ ഇഡലിയാണോ അതോ എങ്ങനെയാണെന്നുള്ളത്. ചപ്പാത്തിയിലായാലും നമ്മൾ ചോറ് ചേർക്കാറുണ്ട്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തും ചോറ് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന സമയത്ത് ആ ചോറടിച്ചും കൂടെ ചേർത്തൊന്ന് നമ്മൾ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവേ. അങ്ങനെ ബാക്കി വന്ന ചോറിലുണ്ടാക്കി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് പുട്ട് കിട്ടുവേ. നിങ്ങൾ വിചാരിക്കും ഇത് നല്ല കട്ടി പോലെ ഇരിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുപോലെ നമ്മൾ ചോറ് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പുട്ട് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. കറി ഇല്ലാതെ പോലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. കണ്ട നല്ല സോഫ്റ്റാണിത്, നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല. ഇത് നമ്മൾ ബാക്കി വന്ന ചോറിലുണ്ടാക്കിയ പുട്ടാണെന്ന് പോലും പറയത്തില്ല. അത്രയും ടേസ്റ്റി ആണ്, നമുക്ക് എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനെ ബാക്കി പുട്ടും ഞാൻ ഇതേപോലെയല്ല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ചോറെടുക്കുമ്പോൾ ഏത് ചോറിലായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മട്ടരിയുടെ ചോറാണ് എടുത്തത്. അതല്ല നമ്മുടെ വെള്ളരിയുടെ ചോറിലായാലും റേഷനരിയുടെ ചോറിലായാലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ബാക്കി വരുന്ന ചോറിൽ ഇതുപോലെ ഒരു പുട്ടുണ്ടാക്കി നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ 2 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു ചോറ് കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു പുട്ട്. അത് നല്ല സോഫ്റ്റാണ്, നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്ത് പോലും ഇല്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.